Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കപ്പ പുഴുങ്ങിയതും മുളകുടച്ചതും ആട്ടോ. ഇത് എല്ലാവർക്കും അറിയാവുന്നതാ, പക്ഷേ ഇത് അറിയാൻ പാടില്ലാത്ത ചില കുട്ടികളൊക്കെ ഉണ്ടാവും ട്ടോ. ഈ ഇപ്പോൾ പുതിയതായിട്ട് കല്യാണം കഴിച്ചു വന്നിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടാവത്തില്ലേ, അവർക്ക് അതിൽ ചില പിള്ളേർക്കൊന്നും അറിയാൻ പാടില്ലാത്തൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അറിവിൽ അങ്ങനെ കുറച്ച് പേരുണ്ട് അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ ഞാൻ അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാട്ടോ ഇതുപോലെ കപ്പ പുഴുങ്ങിയതും മുളകുടച്ചതും ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസായിട്ട് സ്ക്വയർ പീസസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ നല്ലതായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഒരു കലത്തിൽ കുറച്ച് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കൈ പൊള്ളൂട്ടാ. എനിക്ക് പേടിയുണ്ട്, ഞാൻ അതുകൊണ്ട് തവിക്കകത്ത് വെച്ചിട്ടാണ് ഇടുന്നത്. എപ്പോഴും ഞാനിതിങ്ങനെ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ എൻ്റെ കയ്യിലോട്ട് തെറിക്കും. അപ്പോൾ എനിക്കൊരു പേടിയാണ്, അപ്പോൾ ഞാനിങ്ങനെ തവിയിലാക്കി ഇടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തിളച്ചതിന് ശേഷം മാത്രമേ കപ്പ ഇടാൻ പാടുള്ളൂ കേട്ടോ. കപ്പ ഇട്ടിരിക്കുന്ന വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പിടാത്ത വെള്ളത്തിൽ ഇട്ടിട്ടാട്ടോ അത് വേവിച്ചെടുക്കുന്നത്. കപ്പ വെന്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറെ 1-2 കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു സാധനം കാണിച്ചു തരാവേ. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് ചക്ക വരട്ടിയതാട്ടോ. ഇത് ഈ വർഷത്തെ ചക്കയാണ്. കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ചക്ക വേവിച്ച് കഴിഞ്ഞാൽ ചക്ക വരട്ടിക്കഴിഞ്ഞാൽ 1-2 വർഷം വരെയൊക്കെ ചീത്തയാകാണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്ത് സാധനം ചെയ്യും, ഇപ്പോൾ ചക്ക അച്ചാറൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയലുണ്ട് ചീത്തയാകാണ്ടിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, തെളിവുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ വർഷത്തെ എനിക്ക് നമ്മളിങ്ങനെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ, അടയോ പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് ഇതാട്ടോ. ഇതാട്ടോ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ചക്കയാണിത്. അപ്പോൾ ഇത് ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ഇതുവരെയായിട്ടും ചീത്തയായിട്ടൊന്നുമില്ല. നല്ല ഞാൻ പറഞ്ഞത് ഇത് എടുക്കുമ്പോൾ എപ്പോഴും നല്ല നീറ്റായിട്ടുള്ള സ്പൂൺ വെച്ചിട്ട് എടുക്കണം എന്ന് പറയത്തില്ലേ, അച്ചാർ എടുക്കുന്ന പോലെ തന്നെയാണ് ഇതും. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത സ്പൂൺ വെച്ചൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ചീത്തയാകത്തൊന്നുമില്ല. ഇത് അങ്ങനെ തന്നെ ഇരുന്നോളൂ. ഇതുണ്ടോ, ഇതിപ്പോൾ കുറേ എടുത്തു ഞാൻ എത്തുന്നു. നല്ല അലുവ കണക്കായിരിക്കണം, നല്ല കട്ടിക്ക് ഉണ്ടോ. കാണുമ്പോൾ കഴിക്കാൻ തോന്നുമോ അത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക. ഞാൻ വീഡിയോ ഒക്കെ തുടങ്ങിയ ആ സമയത്തൊക്കെ ചെയ്തേക്കുന്നതാണ് ഈ ചക്ക വരട്ടുന്നതൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എടപ്പള്ളി വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ഈ ചക്ക അല്ലായിരുന്നു, എടപ്പള്ളിയിൽ എൻ്റെ വീട്ടിലെ ചക്കയായിരുന്നു. ഒരു കളറും അതിന് നല്ല എത്ര പഴുത്താലും കളറുണ്ടാകത്തില്ല, അങ്ങനത്തെ ചക്ക വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാനത് ഉണ്ടാക്കിയത്. ഞാനത് സ്പൂണെടുത്ത പീസ് ഞാൻ കഴിച്ചു. അത് പുറത്തേക്ക് എടുത്ത് എനിക്ക് കഴിക്കാണ്ട് പറ്റത്തില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നെയ്യും ഏലക്കയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നമുക്ക് ചുമ്മാതെ അലുവ പോലെ തിന്നാനും നല്ല ടേസ്റ്റ് അത്. ഇനി വേറൊരു സാധനം കൂടെ കാണിച്ചിടാവേ. ഇതാണേ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇല്ല, കാണുന്നില്ല. ഞാൻ എടുത്ത് കാണിച്ചിടാവേ. ഇത് അച്ചാറാണ്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, കയ്പില്ലാത്ത നാരങ്ങ അച്ചാറെന്നും പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ അച്ചാറാട്ടോ. അപ്പോൾ ഇതിപ്പോൾ 1 വർഷമായിട്ടുള്ള അച്ചാറാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാനിത് ഭരണിയിലാക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള സ്പൂണിൽ വേണം എടുക്കാനായിട്ട്. കണ്ടോ, ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നുമല്ല കേട്ടോ വെച്ചിരിക്കുന്നത്, ഇത് പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, നല്ല ഇതായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പം 1 വർഷമായപ്പോഴത്തേക്കും നന്നായിട്ട് അലിഞ്ഞു ഇത് കണ്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഒരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ഇത് അന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് നാരങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ 1 കിലോ നാരങ്ങ വെച്ച് ഉണ്ടാക്കിയതായിരുന്നു. ഇപ്പോൾ ഇതിൽ നിന്ന് എടുത്തപ്പോൾ കുറേയൊക്കെ ആയി. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ ഇതിൻ്റെ അകത്തുനിന്ന്.
ആവശ്യത്തിന് ഞാൻ ഇതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വിശ്വാസമായല്ലോ, 1-2 വർഷം വരെ കേടുകൂടാണ്ട് ഇരിക്കുന്ന നാരങ്ങ, കയ്പില്ലാത്ത നാരങ്ങ എന്ന് പറയില്ലേ, ആ അച്ചാറാട്ടോ ഇത്. ഇപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തോന്നും ഒരു സംശയമുണ്ട്, ഞാൻ നോക്കട്ടെ. പപ്പടക്കോല് വെച്ചിട്ടാട്ടോ കുത്തി നോക്കുന്നത്. അപ്പോൾ അത് കുത്തുമ്പോൾ തന്നെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പ ഒന്നും കൂടെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ചേർക്കുന്ന കല്ലുപ്പാട്ടോ. അപ്പോൾ ഈ കപ്പയ്ക്കകത്ത് നമ്മൾ ഉപ്പ് എത്ര ചേർത്താലും അത് ആവശ്യത്തിന് ആ കപ്പയിൽ പിടിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് അധികമായിപ്പോയി എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്നും കൂടെ തിളയ്ക്കണം. ഒന്നൊരു 2 മിനിറ്റ് കൂടെ തിളച്ച് കഴിഞ്ഞാൽ, ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ കപ്പ വേഗത്തില്ല കേട്ടോ. അപ്പോൾ എത്ര ഉടഞ്ഞു പോണ കപ്പയാണെങ്കിലും അത് ഉപ്പിട്ട് കഴിഞ്ഞാൽ അന്നേരം ആ ഉപ്പിടുന്ന സ്റ്റേജിൽ എന്താണോ ഇരിക്കുന്നത് ആ രീതിയിൽ തന്നെ ഇരിക്കത്തുള്ളൂ. ചിലരൊക്കെ ഇതിൻ്റെ മഞ്ഞപ്പൊടി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ മഞ്ഞപ്പൊടി ഇടാറില്ല. ഇങ്ങനെ വേവിക്കുമ്പോൾ ഇതുപോലെ ചുമ്മാ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഈ കപ്പ ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ അരിപ്പത്തവി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങോട്ട് കോരിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ കോരിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ വാർക്കത്തില്ലേ, അത് കൂട്ടേനെ വാർത്താലും മതി. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ നിന്ന് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കപ്പ പുഴുങ്ങിയിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു വേറൊരു മെത്തേഡും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരക്കി ഇതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങ ചിരക്കി ഇതും കൂടെ കഴിക്കുമ്പോഴത്തേക്ക്, ഈ കപ്പയുടെ കൂടെ കഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇത് ശരിക്കും നമ്മളൊരു ചരുവത്തിലേക്ക് ഇട്ടിട്ട് അതിങ്ങനെ തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുടയത്തില്ലേ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റണേന്. ഇതിലേക്ക് തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെയാണിത് ആക്കിയെടുക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചാൽ മതി. ഇതിന് കറിയൊന്നും വേണ്ട. ഇത് ചുമ്മാ തിന്നാനും നല്ല ടേസ്റ്റ് ആട്ടോ, തേങ്ങയും കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ വേറൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടെ കാണിച്ചു തരാം. കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഉപ്പ്. അപ്പോൾ ഉള്ളി എത്ര ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉള്ളി കിടക്കുന്തോറും ഇതിന് എരിവ് കുറഞ്ഞു വരും. പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കണ പച്ചമുളക് എടുത്തേക്കുന്നത്. പച്ചമുളകിന് പകരം നമുക്ക് വറ്റൽമുളക് വേണമെങ്കിൽ അതിട്ടിട്ട് ചതയ്ക്കാം. പക്ഷേ പച്ചമുളകിനേക്കാളും വറ്റൽമുളകിനേക്കാളും ഏറ്റവും ടേസ്റ്റ് കാന്താരി മുളക് കേട്ടോ. കാന്താരി മുളക് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അല്ല, വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തേച്ചാൽ മതി. പക്ഷേ കപ്പയൊക്കെ കഴിക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നതാണ് നല്ലത്. എന്നാ വെച്ചാൽ കപ്പ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് വെളുത്തുള്ളി കഴിച്ചാൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഒന്നെങ്കിൽ ഇത് മിക്സിയിലിട്ടിട്ട് ഇടിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടികല്ലുണ്ടെങ്കിൽ അതിലിട്ടിടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തിട്ട് അടിക്കുന്നത് മിക്സിയിലിട്ട് ഇടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ ഇതുപോലെ ഇടികല്ലിലിട്ടാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉള്ളി ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. കുറച്ചേ ഇട്ടുള്ളൂ, ബാക്കിയും കൂടി ഇട്ട് കൊടുക്കണേന്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത് കല്ലുപ്പാട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പാട്ടോ ടേസ്റ്റ്. ഉള്ളി നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ കാന്താരി മുളക് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ, അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇതാ മുളക് ഉടച്ചതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഞാൻ എൻ്റെ അടുത്ത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചേക്കണത്. ആ വെളിച്ചെണ്ണ കിടക്കുമ്പോൾ അതൊന്ന് ലൂസാകുന്നത് കേട്ടോ. ഉപ്പൊക്കെ നോക്കട്ടെ കേട്ടോ. മിക്കവാറും ഉപ്പ് നോക്കി ഞാൻ തീർക്കും ഇപ്പം തന്നെ. അയ്യോ, എനിക്ക് പറയാനേ എന്താ പറയുക, നല്ല അടിപൊളി ചമ്മന്തി ആട്ടോ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ചമ്മന്തിയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യവാ, ചോറിനൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. ഇത് കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ എന്നാ ഒരു ടേസ്റ്റാണെന്നറിയോ ചോറിനൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കപ്പ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. കപ്പ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് മുളക് ഉടച്ചതും കൂടെ വെച്ച് കൊടുക്കാം. എൻ്റെ വായിൽ ഇപ്പോഴേ വെള്ളം വന്ന് തുടങ്ങിയിട്ടാ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മലയാളികൾക്ക് ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സംഭവമല്ലേ കപ്പയും മുളക് ചമ്മന്തി. അപ്പോൾ ഞാനിത് കഴിച്ച് തീർക്കട്ടെ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. വിശക്കം മാത്രമല്ല, എനിക്ക് കണ്ടിട്ട് കൊതി സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.